പ്രൈസ് ദ ലോർഡ്. ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകൂടി നന്ദി. ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുവാൻ എന്നെ അനുവദിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. എൻ്റെ പേര് എലിസബത്ത് വർഗീസ്, മകളുടെ പേര് സ്റ്റെല്ല. മകളുടെ പഠനം സംബന്ധിച്ച് ഞങ്ങൾ കർണാടകയിലായിരുന്നു. ഇപ്പോൾ പഠനമെല്ലാം പൂർത്തീകരിച്ച് ഞങ്ങൾ എറണാകുളത്തായിരിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും എറണാകുളത്തു നിന്നാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 17 സെപ്റ്റംബർ 2022 അത് ഈ മകളുടെ പഠിത്തത്തെ സംബന്ധമായിട്ട് പഠിത്തത്തിന് വളരെ തടസ്സം നേരിട്ട സമയത്ത് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ കൃപാസനത്തെ പറ്റി കണ്ടു. അങ്ങനെയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത്. ഞാൻ 2 പ്രാവശ്യം ഇവിടെ സാക്ഷ്യം എഴുതി കൊടുത്ത് സൈന് കിട്ടി. ഒരു പ്രാവശ്യം എൻ്റെ മൂത്ത മകളുമായിട്ട് വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞിരുന്നു. രണ്ടാമത്തെ സാക്ഷ്യമാണ് എൻ്റെ ഇത് അൾത്താരയിൽ നിന്നുകൊണ്ടുള്ള സാക്ഷ്യം. ഇത് എൻ്റെ മകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഈ മകള് കർണാടകയിൽ MDS പഠിക്കുകയായിരുന്നു. ഫസ്റ്റ് ഇയർ അനുഗ്രഹത്തോട് പഠിച്ചു. ഫസ്റ്റ് ഇയറിൽ അവർക്ക് അപ്പോൾ ഒരു ഗൈഡിനെ അവർ അലോട്ട് ചെയ്യും. അങ്ങനെ ഒരു ലേഡി ടീച്ചറായിരുന്നു ഈ മോൾക്ക് കിട്ടിയത്. ആ ടീച്ചർ വളരെ ഹറാസ് ചെയ്ത് ഈ മകളുടെ പഠിത്തത്തിൽ അവരെ ആവശ്യമില്ലാതെ കണ്ട സമയം മുതൽ വളരെ കുറ്റം പറയും. BDSനൊക്കെ ഡിസ്റ്റിങ്ഷൻ എടുത്ത് മാർക്കോട് പാസ്സായ കുട്ടിയാണ്. നല്ല രീതിയിൽ പഠിച്ചു വന്നതാണ്. ഇവരുടെ ഈ സംസാരം വളരെ നമുക്ക് മാനസികമായിട്ട് വളരെ തളർത്തുന്നതായിരുന്നു. അതുമൂലം മറ്റു കുഞ്ഞുങ്ങൾ കേട്ട് നിൽക്കുമ്പോൾ തന്നെ അവർ തന്നെ ചോദിക്കും, ഈ ടീച്ചർ ഇങ്ങനെയാണോ നിന്നോട് സംസാരിക്കുന്നതെന്ന് ചോദിക്കുക. അതുപോലുള്ള സംസാരമാണ്. എത്ര അസൈൻമെൻറ്റ്സ് ചെയ്ത് കൊണ്ട് കൊടുത്താലും ആ ടീച്ചർ സൈൻ ഇട്ട് കൊടുക്കത്തില്ല. ഇവളെ പല പ്രാവശ്യം നടത്തിയിട്ട് നീ വലിയ ബുക്ക് അത് മുഴുവനും പഠിച്ചുകൊണ്ട് വന്നിട്ട് എന്നോട് പറ, എന്നിട്ട് ഞാൻ സൈൻ ഇട്ട് തരാമെന്നും പറഞ്ഞ് ഇങ്ങനെ നടത്തുമായിരുന്നു. അത് വളരെ മാനസികമായിട്ട് ഈ മകളെ അങ്ങ് തളർത്തി. എന്ത് ചെയ്തു കൊടുത്താലും അവർക്ക് ലാബ് വർക്കൊക്കെ വളരെ ഉള്ളത്, എന്ത് ചെയ്തു കൊടുത്താൽ ഈ ടീച്ചർ സൈൻ കൊടുക്കത്തില്ലായിരുന്നു. ഈ ടീച്ചറിൻ്റെ അടിയിലാണ് തീസീസും വേറെ 5-6 അസൈൻമെൻറ്റ്സ് ചെയ്ത് അവരുടെ അപ്രൂവൽ കിട്ടാതെ ഈ പഠിത്തം പൂർത്തീകരിക്കാൻ സാധിക്കത്തില്ല. ഈ മകൾ മാനസികമായിട്ട് വളരെ പ്രയാസം അനുഭവിച്ച് ഞങ്ങൾ ആ സമയത്താണ് അവിടെ കർണാടകയിൽ പോയി കൂടെ താമസമാക്കിയത്. വളരെ പ്രയാസമായി, മാനസികമായിട്ട് വളരെ തളർന്നു. കോളേജിൽ പോകാനോ പഠിക്കാനോ വളരെ താല്പര്യമില്ലാതായി. അവൾ പിന്നെ കോളേജിൽ പോയാൽ ലൈബ്രറിക്ക് പോയിരിക്കും ഈ ടീച്ചറിനെ ഫേസ് ചെയ്യാനുള്ള പ്രയാസം കൊണ്ട്. അങ്ങനെ അസൈൻമെൻറ്റ്സ് തീർത്തില്ലെങ്കിൽ ഇവർക്ക് പരീക്ഷ എഴുതുവാൻ സാധിക്കത്തില്ല. അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ട് പോയി ലൈബ്രറിയിലിരിക്കും. ഒടുവിൽ പിന്നീട് പോകാതായി കോളേജിൽ. ഞങ്ങൾ HODയോട് പറഞ്ഞു, ഞങ്ങൾ ഇനിയും മോളെ പഠിപ്പിക്കുന്നില്ല, ഞങ്ങൾ വിട്ടു പോകുക. ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം എടുക്കാൻ 2-3 പ്രാവശ്യം എൻ്റെ ഹസ്ബൻഡ് കോളേജിൽ ചെന്നു. പക്ഷേ ആ സാർ ഒരു വിധത്തിൽ സമ്മതിച്ചില്ല. അവൾ ബ്രില്യൻ്റായിട്ടുള്ള ഒരു കുട്ടിയാണ്, അവൾ പഠിക്കട്ടെ, ഞാൻ അവളോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഒരു വർഷത്തോളം പുള്ളിക്കാരി കോളേജിൽ അറ്റൻഡ് ചെയ്തില്ല. ഇവരുടെ ഒരു പഠിത്ത സംബന്ധമായി 3 വർഷത്തെ കോഴ്സാണിത്. ഫസ്റ്റ് ഇയറിൽ പാസ്സായി കഴിഞ്ഞാൽ 1 വർഷം അവർക്ക് ലീവ് എടുത്തിരിക്കുക. അത് കഴിഞ്ഞ് പിന്നെ റെഗുലറായിട്ട് ജോയിൻ ചെയ്ത് ക്ലാസ് അറ്റൻഡ് ചെയ്ത് അസൈൻമെൻറ്റ്സ് തീർത്ത് പരീക്ഷ എഴുതി പാസ്സായാൽ മതി. അങ്ങനെ ഏതായാലും പുള്ളിക്കാരി പോകാതിരുന്ന സമയത്ത് ആ അവധി എടുത്ത സമയം യൂണിവേഴ്സിറ്റി അവിടെ ലീവായിട്ട് അവർ കണക്കാക്കി. അതുപോലെ തീസീസ് ചെയ്യാൻ 1-2 ഈ ടീച്ചർ പറഞ്ഞ തീസീസ് അല്ലാതെ വേറെ ഒരു തീസീസും അവൾ ചെയ്യാനോ സമ്മതിക്കത്തില്ല. അങ്ങനെ പുറത്ത് ലാബിൽ കൊടുത്ത് ചെയ്യേണ്ട വർക്കാണ്. അത് 1-2 കൊടുത്തത് ശരിയായില്ല. പിന്നെ അവിടുത്തെ ഒരു സയൻസ് കോളേജിൽ അവിടുത്തെ ലാബുകാർ അപ്രൂവ് ചെയ്ത് ഈ മോൾക്ക് ആ ലാബിൽ ചെന്ന് വർക്ക് ചെയ്യുവാനുള്ള അനുവാദം കിട്ടി. പുള്ളിക്കാരി തന്നെ പോയി നിന്ന് ആ ലാബിൽ ആ ലാബ് വർക്കെല്ലാം ചെയ്ത് ആ തീസീസ് പൂർത്തീകരിക്കാൻ സഹായിച്ചു. ആ സമയത്ത് ഡീന് അങ്ങനെ ലീവ് തരാൻ ഒക്കത്തില്ലെന്ന് വരെ പറഞ്ഞതാണ്. ഒടുവിൽ ഞാനും ഹസ്ബൻഡും മോളും കൂടെ ചെന്ന് ഡീനിനോട് സംസാരിച്ചപ്പോഴാണ് ഡീൻ ഇങ്ങനെ പറഞ്ഞത്, ഞാൻ ഈ ഉടമ്പടി വസ്തുക്കളിൽ ഉപ്പ് കയ്യിൽ കരുതിയാണ് അവിടെ പോയത്. ആ സാറ് ആദ്യം വളരെ ദേഷ്യപ്പെട്ടെങ്കിലും പിന്നീട് വളരെ തണുത്ത ഞാൻ പ്രാർത്ഥിച്ചവിടെ ആ സമയത്ത് അവിടെ ഉപ്പിട്ടു.
അവിടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഒടുവിൽ സാർ അപ്രൂവ് ചെയ്ത് ഒരു 10-15 ദിവസത്തെ ലീവ് കൊടുത്ത് ഈ മോൾക്ക് വേറെ ലാബിൽ പോയി നിന്ന് ആ തീസിസിൻ്റെ വർക്കെല്ലാം ചെയ്ത് തീർപ്പാനൊക്കെ സഹായിച്ചു. ഉപ്പ് ഞാൻ എന്നും മോൾക്ക് കൊടുത്തു വിടും. അതുപോലെ ഉടമ്പടി വസ്തുക്കൾ എന്നും കോളേജിൽ പോകുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഒരു ദിവസം പോലും മുടങ്ങാതെ ഇങ്ങനെ കൊടുക്കുമായിരുന്നു. അതൊക്കെ ഞങ്ങളുടെ കുടുംബത്തിന് വളരെ അനുഗ്രഹമായെന്നുള്ള, ഞങ്ങളെവിടെ പോയാലും ഞാൻ കാറിലാണെങ്കിലും കൊന്തയും കാശ് രൂപവും ഇതെല്ലാം വെച്ചാണ് പോകുന്നത്. ഉടമ്പടി വസ്തുക്കളും ഒക്കെ കയ്യിൽ കരുതിയാണ് ഞങ്ങൾ പോകാറ്. അത് ഞങ്ങളുടെ കുടുംബത്തിന് വളരെ അനുഗ്രഹമായി. ഈ മോടെ പഠിത്ത കാര്യം ഓർത്ത് ഞങ്ങൾ മാനസികമായി കുടുംബമായിട്ട് ഞാനും ഹസ്ബൻഡും എൻ്റെ മൂത്ത മകളും കുടുംബമായിട്ട് വളരെ ഭാരത്തിലായിരുന്നു. ഞങ്ങൾ കർണാടകയിലായിരിക്കുമ്പോൾ ദൈവത്തോട് കൂടുതലായിട്ട് പ്രാർത്ഥിപ്പാൻ, ഈ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിപ്പാനും യാചിപ്പാനും അനേകരെ സഹായിപ്പാനും, അവിടെ ഉള്ളവർക്കൊക്കെ വഴിയരികിൽ ഇരിക്കുന്നവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കുവാനും അവിടെ ഓർഫനേജുകൾ വിസിറ്റ് ചെയ്യുവാനും അവർക്കൊക്കെ വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുപ്പാൻ ഞങ്ങളെ സഹായിച്ചു. ദൈവം മുൻകൂട്ടി കരുതി ഞങ്ങളെ അവിടെ ആക്കിയതാണെന്ന് ഞാൻ എപ്പോഴും പറയും. അത് നമ്മുടെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. അതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം കാണിച്ചു തന്നത്. അസാധ്യമായ കാര്യങ്ങൾ ഞങ്ങൾ സ്വപ്നേവി ചിന്തിച്ചല്ലേ ഈ മോൾ MDS പാസ്സാകുമെന്ന്. ഈ ഒക്ടോബറിലുള്ള പരീക്ഷയിൽ ഈ മോളാണ് അവരുടെ 9 കുഞ്ഞുങ്ങളുടെ ഇടയിൽ ആദ്യമായിട്ട് അസൈൻമെൻറ്റ്സ് എല്ലാം തീർത്ത്. HOD പറയുകയും ചെയ്തു, സ്റ്റെല്ലയാണ് എല്ലാം തീർത്ത്. അവർക്ക് പേഷ്യൻറ്റിനെയും പരീക്ഷയ്ക്ക് നേരത്തെ കിട്ടിയത് സ്റ്റെല്ലായിക്കാണെന്ന് പറഞ്ഞു. അങ്ങനെ എക്സാം എഴുതി ഫസ്റ്റ് ക്ലാസ്സോട് ദൈവത്തിൻ്റെ വലിയ കരുണയാൽ അമ്മയുടെ മാധ്യസ്ഥത്താൽ സ്റ്റെല്ലായിക്ക് ആ കോഴ്സ് പാസ്സാകുവാൻ സഹായിച്ചു. ഇപ്പോൾ ഒക്ടോബർ കഴിഞ്ഞ് ഞങ്ങളെ കോൺവൊക്കേഷനും കഴിഞ്ഞുമാണ് ഞങ്ങളിങ്ങനെ എറണാകുളത്തോട്ട് വന്നത്. ഞങ്ങൾക്ക് ചെയ്തു തന്ന വലിയ അനുഗ്രഹത്തിന് അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി. ഞങ്ങൾ വിചാരിച്ചതിൽ ഉപരിയായിട്ട് ദൈവം ഞങ്ങളെ വളരെ അധികമായിട്ട് അനുഗ്രഹിച്ച് നടത്തി. മേലും കൃപ ഞങ്ങളുടെ കൂടിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ മിടുക്കോ ഗുണമോ അല്ല, ദൈവത്തിൻ്റെ കരുണ കൃപ മാത്രമാണ് ഞങ്ങൾ ഇന്നും ജീവിക്കുന്നതും നിലനിൽക്കുന്നതും. ഞങ്ങളുടെ തുടർന്നുള്ള എല്ലാ കാര്യങ്ങളിലും മോടെ ഭാവി കാര്യങ്ങളിലും ദൈവം സഹായിക്കും. അമ്മയുടെ മധ്യസ്ഥതയ്ക്കായിട്ട് ഞാൻ ഇന്ന് ഉടമ്പടി പുതുക്കി അതിലെല്ലാം ഞാൻ നിയോഗം വെച്ചിട്ടുണ്ട്. എൻ്റെ അനേക കാര്യങ്ങൾ എൻ്റെ കുടുംബത്തിൽ എൻ്റെ നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചത് ചെറുതും വലുതുമായ വളരെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് ഡെയിലി ബ്രെഡ് അച്ഛൻ്റെ ആ രാവിലത്തെ പ്രസംഗം, അതുകൊണ്ട് അത് കഴിഞ്ഞ് ധ്യാനമൊക്കെ ഞാൻ പലർക്ക് ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ പത്രം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും ഷോപ്പുകളിലും ഓട്ടോക്കാർക്കും ഒക്കെ കൊണ്ട് കൊടുക്കും. ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ പേഷ്യൻസിനെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് അവരോട് പ്രാർത്ഥിച്ച് എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയും. പലരും വന്ന് ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ അവരുടെ നമ്പറെല്ലാം കുറിച്ചെടുത്തുകൊണ്ട് വരും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത് അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് അവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ, സാമ്പത്തിക സഹായങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഓർഫനേജ് വിസിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ ഭക്ഷണം കൊടുക്കുകയും അവർക്ക് പണം അയച്ചു കൊടുക്കുകയും അല്ലാതെ വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്യും. അതുപോലെ ആര് സഹായത്തിന് അപേക്ഷിച്ചാലും വിവാഹം, വിദ്യാഭ്യാസം, വീട് വയ്ക്കൽ, ചികിത്സ എന്ന് വേണ്ട ഏത് രീതിയിലുള്ള പ്രയാസങ്ങളാണ് അവരനുഭവിക്കുന്നത്, ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളെ കൊണ്ടാകുന്ന വിധത്തിൽ ഞങ്ങൾ പണം കൊടുത്തും അല്ലാതെയൊക്കെ സഹായിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് പറയുവാനുള്ള സാക്ഷ്യം. ദൈവം അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 41 മുതൽ 43 വരെയുള്ള തിരുവചനങ്ങൾ. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിൻ്റെ ഉദരഫലവും അനുഗ്രഹീതം. ഈശോ നിറയുന്ന ഒരനുഭവമാണ് ഉടമ്പടി ജീവിതം. പ്രത്യക്ഷീകരണ സാക്ഷിയാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സ്പിരിച്വൽ എക്സ്റ്റസി എന്ന് നമുക്ക് അതിനെ വിളിക്കാം. എലിസബത്തും മകൾ സ്റ്റെല്ലയും അവരുടെ വലിയ ജീവിതാനുഭവങ്ങളാണ് ഇവിടെ വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യമായി ഏറ്റുപറയുന്നത്. എലിസബത്ത് തൻ്റെ മകൾ MDS എന്ന് മാസ്റ്റർ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള ആ ഗൈഡിൻ്റെ പക്കൽ നിന്നുള്ള ആ ഗൈഡൻസ് വളരെ നെഗറ്റീവായി എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ
പരിശുദ്ധ അമ്മയെ സമീപിച്ച് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ വലിയ അത്ഭുതങ്ങളാണ് ആ അവസ്ഥയിൽ ആ മാസ്റ്റർ ഡിഗ്രി പഠിക്കുന്ന കുട്ടികളിലും സ്റ്റെല്ലയ്ക്കും അതുപോലെ തന്നെ അവിടെയുള്ള എല്ലാ ടീച്ചേഴ്സിനും പ്രൊഫസേഴ്സിനും ഉണ്ടായതെന്നാണ് എലിസബത്ത് ഇവിടെ നമ്മോട് പങ്കുവയ്ക്കുന്നത്. ഉടമ്പടി ജീവിതത്തിൽ നാം ഒരുപാട് മക്കളുടെ അനുഭവങ്ങൾ കേൾക്കുന്നത് എങ്ങനെയാണ്? ഈശോ നിറഞ്ഞു കഴിയുമ്പോഴുള്ള ഒരു വലിയ വ്യത്യാസങ്ങൾ. എലിസബത്ത് തന്നെ പരിശുദ്ധ അമ്മയെ കണ്ടുമുട്ടിയപ്പോൾ പറയുന്നത് അങ്ങനെയാണ്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അരികിൽ വരാനുള്ള സൗഭാഗ്യം എനിക്ക് എവിടുന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് എലിസബത്ത് പരിശുദ്ധ അമ്മയുമായുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. ഈശോയുടെ അമ്മ നമ്മുടെ അടുത്ത് വരിക എന്നുള്ളതൊരു വലിയ സൗഭാഗ്യത്തിൻ്റെ കാര്യമാണ്. നമ്മുടെ എല്ലാ സങ്കടങ്ങളിലും പരിശുദ്ധ അമ്മയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമുക്ക് ആ ഒരു ആനന്ദം, ഒരു വലിയ സമ്പൂർണ്ണമായ ആനന്ദം, ഈശോ വന്നിരിക്കുന്നത് തന്നെ നമുക്ക് ജീവൻ നൽകാൻ, അത് സമ്പൂർണ്ണമായ ഒരു പെർഫെക്റ്റ് ലൈഫ്, ഫുൾനെസ് ഓഫ് ലൈഫ് തരാൻ വേണ്ടിയാണ് ഈശോ നമുക്ക് വേണ്ടി ജീവൻ ത്യജിച്ചുകൊണ്ട് സ്വർഗത്തിലായിരിക്കുന്നത്, പുനരുത്ഥാനം ചെയ്തത്. നമുക്ക് ആ സ്വർഗീയ അനുഭവം എപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കാം. ഉടമ്പടിയിലായിരിക്കുന്ന മക്കൾ എപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ഉടമ്പടി പുതുക്കി അവർ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ എപ്പോഴും സാക്ഷ്യപ്പെടുത്തുന്നത് തന്നെയാണ്, എനിക്ക് ഈശോയെ മാത്രം മതി. പരിശുദ്ധ അമ്മ എനിക്ക് മാധ്യസ്ഥം അപേക്ഷിക്കാനുള്ളപ്പോൾ എനിക്കൊന്നിനും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ഈ മകളുടെ തോറ്റുപോകും, MDS എക്സാം തോറ്റുപോകും എന്നുള്ള ഒരു വലിയ ഒരു ആശങ്കയിലായിരുന്നു. ഈ മകൾ എപ്പോഴും നല്ല ഹൈ റാങ്കോടുകൂടി നന്നായി പഠിക്കുന്ന നല്ല വിദ്യാഭ്യാസമുള്ള ഒരു മകളാണ്. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സെക്കൻഡ് ഇയർ MDS മുതൽ വലിയ സങ്കടത്തിലായിരുന്നു. അവർ തന്നെ പറയുന്നു, യാതൊരു യോഗ്യതകളുമില്ല, കാരണം ആർക്ക് വേണമെങ്കിൽ എന്നെ തോൽപ്പിക്കാം. എൻ്റെ സർട്ടിഫിക്കറ്റോ എൻ്റെ കഴിവോ ഒന്നും തന്നെ എൻ്റെ മാസ്റ്റർ ഡിഗ്രി പാസ്സാകുവാനായിട്ട് ഒന്നും തന്നെ സാധിക്കുകയില്ല. എവിടെയാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഗ്രേസ്, കൃപ നിറഞ്ഞ് മകൾ ഇന്ന് ഈ അൾത്താരയിൽ കയറി നിൽക്കുന്നത്? നമുക്ക് വളരെ സന്തോഷത്തോടെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. ഇവരൊരു മാർത്തോമ ക്രിസ്ത്യൻസാണ്. ഇവർക്ക് പരിശുദ്ധ അമ്മയെ പരിചയപ്പെടാൻ സമയമെടുക്കുന്നു. ഈശോ നിറഞ്ഞ ഒരു അനുഭവം അവർക്കുണ്ടാകുവാനായി അവർ എത്രമാത്രം ഈശോയിൽ അടിയുറച്ച് തികച്ചും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഓരോ സ്റ്റെപ്പും ഈശോയ്ക്ക് വേണ്ടി ഏറ്റെടുക്കുന്നത്. നമുക്ക് ഈശോയ്ക്ക് വേണ്ടി നന്ദി പറയാം. ഓരോ സ്റ്റെപ്പിലും മകളുടെ പരീക്ഷാ സമയങ്ങളിലെല്ലാം മകൾ ചെയ്തിരുന്നത് നേർച്ച വസ്തുക്കൾ കൃത്യമായി ഉപയോഗിക്കുകയും പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകൾ തിരിച്ചറിയുകയും ചെയ്യുന്നു എന്നാണ്. പരിശുദ്ധ അമ്മയുടെ സാമീപ്യം നമുക്കെപ്പോഴും അനുഭവിക്കാം. നമുക്കെപ്പോഴും നമ്മുടെ സ്വപ്നങ്ങളിലും നമ്മുടെ ചിന്തകളും എല്ലാം ഈശോ നിറഞ്ഞതായിരിക്കാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കുകയും ചെയ്യാം. അതൊരു അഭിഷേകമാണ്. സ്റ്റെല്ലയുടെയും എലിസബത്ത് എന്ന ഈ അമ്മയുടെയും സാക്ഷ്യത്തിന് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സാക്ഷ്യം ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.